പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്റെ ക്യാമ്പർ വാന്റെ പണിയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാ പണിയും പൂർത്തിയായിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾക്ക് ഇലക്ട്രിസിറ്റി, ഞാൻ ആദ്യം ഈ വണ്ടിയുടെ ബാറ്ററി, അതായത് മെയിൻ ബാറ്ററി എന്നായിരുന്നു നമ്മൾ ഇതുവരെ പവർ സപ്ലൈ എടുത്തുകൊണ്ടിരുന്നത്. അതിന് ഞാൻ ട്രയലൊക്കെ റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് വരുമ്പം ചില സമയങ്ങളിൽ ഹെവി ആയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് രാവിലെ നോക്കുമ്പോൾ ചിലപ്പം സെൽഫ് എടുക്കത്തില്ല വണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 2 ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ അടുത്ത് ഓൾറെഡി സോളാർ പാനലുണ്ട്. 50 വാട്ടിന്റെ ഫ്ലെക്സിബിൾ സോളാർ പാനലാണിത്. ഇത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ 2 ബാറ്ററി സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ആദ്യം വിചാരിച്ച സോളാർ പാനലൊക്കെ നമുക്ക് മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് പുതിയ ബാറ്ററി ഒക്കെ വാങ്ങിച്ചു വെച്ച് ചാർജിങ് സിസ്റ്റം ഒക്കെ ആക്കുവാണെങ്കിൽ വളരെ എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്രയും പണം ചെലവില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏകദേശം 1500 രൂപ മുടക്കുവാണെങ്കിൽ വിത്ത് ബാറ്ററി അടക്കം നമ്മൾക്ക് വണ്ടിയുടെ ആൾട്ടർനേറ്ററിനകത്ത് നിന്ന് വരുന്ന സപ്ലൈ എടുത്തിട്ട് നമുക്ക് രണ്ടാമത് വയ്ക്കുന്ന ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാനിതൊന്ന് സെറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ടാറ്റ നാനോയ്ക്ക് വളരെ ഈസിയാണ്. ഇതിന്റെ എഞ്ചിൻ റൂമിലൊന്നും അല്ല ഇതിന്റെ ബാറ്ററി ഇരിക്കുന്നത്, ഡ്രൈവർ സീറ്റിന്റെ അടിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ബാറ്ററിയും കൂടി വെക്കാനുള്ള സ്പേസ് ധാരാളം ഉണ്ട്. ഞാനിപ്പോൾ വണ്ടിയുടെ മുകളിൽ സോളാർ പാനൽ ഫിറ്റ് ചെയ്യുന്നില്ല. മുകളിൽ വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾക്ക് ശരിക്കും സോളാർ പാനൽ വാങ്ങിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഒരു ബാറ്ററി വാങ്ങിച്ച് ഈ രീതിയിൽ നമ്മൾക്ക് മെയിൻ ബാറ്ററിയിൽ നിന്ന് സപ്ലൈ ചെയ്യത്തക്ക രീതിയിൽ ഒരു ബാറ്ററി നമ്മൾക്ക് വയറിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല വയറൊക്കെ ഉപയോഗിച്ച്, നല്ല തിക്നെസ് ഉള്ള വയറൊക്കെ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ഒക്കെ ചെയ്തിട്ട് മാത്രം ചെയ്യുക. വെറുതെ പിരിച്ചു കെട്ടി വയ്ക്കുന്ന പരിപാടിക്കൊന്നും പോകാതിരിക്കുക. അപ്പോഴാദ്യം തന്നെ നമ്മൾക്ക് സർക്യൂട്ട് എങ്ങനെയാണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സർക്യൂട്ട് പ്രകാരമാണ് നമ്മൾ 2 ബാറ്ററികൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മെയിൻ ബാറ്ററിയും ഇത് നമ്മൾ സെക്കൻഡ് ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നത്. പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം പോസിറ്റീവിൽ നിന്ന് ഒരു കേബിൾ എടുക്കുക, നെഗറ്റീവിൽ നിന്ന് എടുക്കുക. നെഗറ്റീവ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നു, അത് നേരെ ഇവിടെ നെഗറ്റീവുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു MCB ആണ്. MCB വാങ്ങിക്കുമ്പോൾ B സീരീസിലുള്ളത് വാങ്ങിക്കുക. സാധാരണ ബൾബിനൊക്കെ കൊടുക്കുന്ന ബ്രേക്കർ വാങ്ങിക്കുക. C സീരീസിലുള്ളത് വില കൂടുതലായിരിക്കും. ഞാനിവിടെ B10 ആണ്, 10 ആംസിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. 16ഉം അതേപോലെ തന്നെ 6 ആംസ് ആണ് തീരെ കുറഞ്ഞു പോകും. അതുകൊണ്ട് 10 ആംസ് വാങ്ങിച്ചിരിക്കുന്നു. ഒരു MCB വാങ്ങിച്ച് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഡയോഡ് കൊടുക്കുക. ഈ ഡയോഡ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ നമ്മൾക്ക് നേരെ അത് കൊണ്ടിട്ട് പോസിറ്റീവിൽ കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഔട്ട്പുട്ട് നിങ്ങളൊരു ഫ്യൂസ് കൊടുക്കുക. നിങ്ങളുടെ ഔട്ട്പുട്ടിൽ കറണ്ട് എത്രയാണ് എടുക്കുന്നത് അതിനാനുപാതികമായിട്ടുള്ള ഒരു ഫ്യൂസ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഫ്യൂസുകളൊക്കെ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് സ്പെയറായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓൾറെഡി ഞാനിവിടെ സോളാർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് സോളാറിന് നിങ്ങൾ MPPTയുടെ കൺവേർട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. DC to DC കൺവേർട്ടറുണ്ട്, സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറുണ്ട്, അതായത് ബക്ക് കൺവേർട്ടറുണ്ട്. അത് വാങ്ങിച്ചതിന് ശേഷം 10 ആംസിൻ്റെ വാങ്ങിക്കുക. അത് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് 15 വോൾട്ടിലോട്ട് സെറ്റ് ചെയ്യുക. 15 വോൾട്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഡയോഡ് വെച്ചിട്ട് അത് നമ്മൾ നേരെ ഇവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ലോഡാണ് പോകുന്നത്. നമുക്ക് സോളാർ ഉണ്ടെങ്കിൽ സോളാർ ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് റിവേഴ്സ് പവർ സപ്ലൈ ഇങ്ങോട്ട് വരത്തില്ല. ഡയോഡ് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു LED ഉണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്യുമ്പം അത് ഓണായി കിടക്കും. അതുകൊണ്ട് തന്നെ ഡയോഡ് കൊടുത്തതിന് ശേഷം 15 വോൾട്ടിൽ സെറ്റ് ചെയ്യുക. സോളാറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 10 വോൾട്ട് തൊട്ട് 23 വോൾട്ട് വരെ വരും. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു വോൾട്ട് മീറ്ററാണ്. ഇത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ബാറ്ററിയുടെ വോൾട്ടേജ് അറിയാൻ വേണ്ടി. അതേപോലെ തന്നെ ഇതിൻ്റെ വോൾട്ട് അമ്മീറ്റർ വരും. അതിൻ്റെ അമ്മീറ്റർ ഇവിടെയായിട്ട് ആംപിയർ എടുക്കുന്നത് ഇവിടെയായിട്ട് കൊടുക്കുക. വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇവിടെ ഒരു ടോഗിൾ 2A സ്വിച്ച് കൊടുക്കുക. അപ്പോഴും നമ്മൾക്ക് മെയിൻ ബാറ്ററിയുടെ ഇങ്ങോട്ടാണെങ്കിൽ മെയിൻ ബാറ്ററിയുടെ വോൾട്ടേജ് അറിയാൻ പറ്റും, ഇങ്ങോട്ടാണെങ്കിൽ
സെക്കൻഡറി ബാറ്ററിയുടെ വോൾട്ടേജ് അറിയാൻ പറ്റും. അതേപോലെ തന്നെ സോളാർ കണക്ട് ചെയ്യുമ്പം അതിൻ്റെ ആംസ് ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ വണ്ടി നമ്മൾ MCB ഓൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആംസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ നല്ല തിക്നെസ് ഉള്ള വയറൊക്കെ ഉപയോഗിച്ച് നല്ല ഇൻസുലേറ്റൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊന്ന് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളുക. ഈ ഡയോഡ് എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ. അതായത് ഇതിനകത്തൊന്ന് റിവേഴ്സ് പോകാൻ പാടില്ല. നമ്മളിപ്പം ഈ MCB ഓൺ ചെയ്തിട്ട് നമ്മൾ ചാർജിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഓഫ് ആയതിനു ശേഷം പിന്നെ ഓൺ ആക്കുവാണെങ്കിൽ ഈ 2 ബാറ്ററിയിൽ നിന്നും സെൽഫ് മോട്ടറിന് പോകുന്ന ആംസ് അത് പവർ എടുക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ച കേബിൾ നല്ല തിക്നെസ്, സെൽഫിന് പോകുന്ന മോട്ടറിലോട്ട് പോകുന്ന വയർ അറിയാലോ, നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിച്ച ഈ സാധനങ്ങളുടെ വയറുകൾക്കൊക്കെ എന്തെങ്കിലും തിക്നെസ്സിൻ്റെ കുറവോ അത്രയും ആംസ് എടുക്കാതെ വരുമ്പം ഈ 2 ബാറ്ററിയിൽ നിന്നും ആംസ് എടുക്കും, നമ്മുടെ വയറുകൾക്കും ഒക്കെ കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡയോഡ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡയോഡിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. നമ്മൾ MCB ഓണാക്കി കഴിയുമ്പോഴേക്കും എപ്പോഴും പ്രയോറിറ്റി മെയിൻ ബാറ്ററി ചാർജ് ചെയ്യാനായിരിക്കും. ഇവിടെ ഡ്രോപ്പുള്ള കാരണം ഇതെപ്പോഴും ഫുള്ളായതിന് ശേഷം മാത്രമേ ഇതും ചാർജ് ആവും. പക്ഷേ ഈ ബാറ്ററി ആയിരിക്കും എപ്പോഴും പ്രയോറിറ്റിയിൽ നിൽക്കുന്നത്. ഇത് ഫുള്ളായതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള ഇതൊരു ഫുൾ ചാർജിലോട്ട് വരത്തുള്ളൂ. രണ്ടാമത് വയ്ക്കുന്ന ബാറ്ററി അനങ്ങാതെ നല്ല രീതിയിലൊക്കെ ഫിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത് വെച്ച ബാറ്ററിയുടെ വോൾട്ടേജാണ് ഈ കാണിക്കുന്നത്. ഇനി നമ്മൾക്ക് MCB ഓൺ ചെയ്ത് കൊടുക്കാം. MCB ഓൺ ചെയ്തപ്പോൾ തന്നെ ഒരു 2.2 ആംസ് എടുത്തു. പിന്നെ അതിന് ശേഷം ആംസ് കുറഞ്ഞു വരികയാണ്. നമ്മളുടെ ബാറ്ററി ഏകദേശം ഫുള്ളി ചാർജ്ഡാണ്. അതുകൊണ്ടാണ് ആംസ് എടുക്കാത്തത്. ഇത് ഫുള്ളായിട്ട് മൊത്തമായിട്ട് ഇത് ചാർജ് ആകുമ്പോഴേക്കും പിന്നീട് ഇത് ആംസ് എടുക്കാതെ വരും. ഇപ്പോൾ ഒരു 700 മില്ലി ആംസ് മാത്രമേ അത് എടുക്കുന്നുള്ളൂ. അത് ഇനിയും ചാർജ് ആകുന്നതനുസരിച്ച് കുറഞ്ഞേ വരും. ഇപ്പം ചെറിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററി വോൾട്ടേജ് 13.8. ഇനി നമ്മൾക്ക് മെയിൻ ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണെന്ന് നോക്കാം. 14.4 കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് കണ്ടീഷനിലാണ്, അതായത് ആൾട്ടർനേറ്റർ ഇപ്പം വന്നിട്ട് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സെക്കൻഡറി ബാറ്ററി. ഇനി MCB ഒന്നും കൂടി ഓൺ ചെയ്ത് നോക്കാം. 2 ആംസ് എടുക്കുന്നുണ്ട്. അപ്പോൾ 1500 രൂപയ്ക്ക് നമുക്ക് ഈ സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു പഴയ ബാറ്ററി വാങ്ങിക്കുക. പഴയ ബാറ്ററി നിങ്ങൾക്ക് ഒരു ഷോറൂമിൽ ചെല്ലുക. ബാറ്ററിയുടെ എക്സൈഡിന്റെ ആണെങ്കിൽ ഇങ്ങനെ ബാറ്ററി വിൽക്കുന്ന നല്ലൊരു കടയിൽ ചെന്നതിന് ശേഷം അവിടെ ബാറ്ററി റീചാർജിങ്ങും ബാറ്ററി ടെസ്റ്റ് ചെയ്യാനൊരു സംഭവം ഉണ്ടാവും. ബാറ്ററിയുടെ കറണ്ട് കപ്പാസിറ്റി, ലോഡ് കപ്പാസിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടാവും. ആ ഡിവൈസ് ഉള്ള കടയിൽ തന്നെ ചെല്ലുക. നിങ്ങൾ ഒരിക്കലും ചാർജ് ചെയ്യുന്ന ഡിവൈസ് ഉള്ള കടയിൽ പോകാതെ ബാറ്ററി ടെസ്റ്റർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റർ ഉണ്ട്, അതുള്ള കടയിൽ പോയിട്ട് അവരോട് പറയുക, എനിക്കിങ്ങനെ ഒരു പഴയ ബാറ്ററി വേണം, ഇന്ന ആവശ്യത്തിനാണെന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെർട്ടർ ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ഒരു 1200 രൂപ ഞാൻ കൊടുത്തുള്ളൂ. 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അധികം മസിലൊന്നും പിടിക്കണ്ട. ചിലപ്പോൾ എന്തെങ്കിലും അവർ പഴയ ബാറ്ററിക്ക് എടുത്ത് കൈ തരും. അവർ ചോദിക്കുന്ന പൈസ ഞാൻ കൊടുത്തേക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് വരുന്ന യാതൊരുവിധ നഷ്ടവുമില്ല. നമ്മൾക്ക് ഈ പഴയ ബാറ്ററി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും ഒരു കാറിന്റെ ബാറ്ററി നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ കിട്ടും. പിന്നെ നമ്മൾക്ക് ആകെപ്പാടെ 200 രൂപ അവർക്കൊരു ലാഭം വേണമല്ലോ. ചില ആൾക്കാർ ഒരു 4 വർഷമായ ബാറ്ററി ആണെങ്കിൽ ചെറിയൊരു സെൽഫിന് കംപ്ലൈന്റ് വരുമ്പോൾ തന്നെ അവർ അന്നേരം ബാറ്ററി മാറ്റിക്കളയും. അങ്ങനെയുള്ള ബാറ്ററികളൊക്കെ ഒരുപാടുണ്ടാവും. പിന്നെ നിങ്ങൾ ഡീസൽ വണ്ടികളുടെ ബാറ്ററി എടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ 35H കാറിന്റെ ബാറ്ററി തന്നെ എടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി പെട്രോൾ വണ്ടിയുടെ കുറച്ചും കൂടി നല്ല ബാറ്ററി ആയിരിക്കും. പിന്നെ അവരോട് പറഞ്ഞാൽ മതി ഇന്ന കാര്യത്തിനാണ് അവർ ചാർജ് ചെയ്ത് ബാറ്ററിയുടെ ആസിഡിന്റെ ലെവലൊക്കെ നോക്കി നല്ലൊരു ബാറ്ററി വെറും 1200 രൂപ കൊടുത്താൽ മതി. അതിനും കുറച്ച് കിട്ടുവാണെങ്കിൽ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏകദേശം 1500 രൂപ മതി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയിലുള്ള ബാറ്ററി ഒരു ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞാണെങ്കിൽ ആ ബാറ്ററി റീപ്ലേസ് ചെയ്യാം. അവിടെ നിങ്ങൾ പുതിയ ബാറ്ററി വാങ്ങിച്ചു വെച്ചതിന് ശേഷം വണ്ടിയിലെ ബാറ്ററി നമുക്ക് ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.